നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആദ്യം പ്രധാന വാർത്തകൾ. കൈവെട്ടി കേസിലെ ഒന്നാം പ്രതി സവാദ് പിടിയിൽ. എൻഐഎ പിടികൂടിയത് മട്ടന്നൂരിൽ നിന്ന്. 13 വർഷമായ ഒളിവിൽ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയത് സവാദ്. ആസൂത്രണം നടത്തിയവർ ഇപ്പോഴും കാണാമറയത്തെന്ന് TJ ജോസഫ്. ഈ കേസിന്റെ യഥാർത്ഥ പ്രതികൾ, ശരിയായിട്ടുള്ള കൾപ്രിറ്റുകൾ ഈ കേസിന്റെ മുഖ്യധാരയിൽ വരാതെ എന്നോ ഒളിവിലിരിക്കുകയാണ്. കൈവെട്ട് കേസിൽ ഇടത് വലത് മുന്നണികൾക്കെതിരെ TP സെൻകുമാർ. പ്രതികൾക്ക് സഹായം നൽകിയോ എന്ന് അന്വേഷിക്കണമെന്ന് മുൻ DGP. പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഫാദർ പോൾ തേലക്കാട്. കേരള കോൺഗ്രസ് എമ്മിനെ അവരുമായി സംസാരിക്കാനോ അവരെ സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, ഇത് രണ്ടുണ്ടാണല്ലോ. അത് ആദ്യം ഉണ്ടാകുന്നത് മാണി കേരള കോൺഗ്രസ് ഞങ്ങൾ LDF വിടാൻ തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശം കിട്ടണ്ടേ. കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ എത്തിക്കാൻ സമയമായെന്ന് ലീഗ്. UDFനെ ശക്തമാക്കാൻ വിട്ടുവീഴ്ച വേണ്ടിവരുമെന്ന് PMA സലാം ന്യൂസ് 18നോട്. ലീഗിന്റെ തുറന്നു പറച്ചിൽ ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പിനിടെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്. സുരക്ഷ ശക്തമാക്കി പോലീസ്. UDF ഏകോപന സമിതി യോഗം തിരുവനന്തപുരത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പ് ചർച്ചയാകും. Disruption, disorder, protest, that they forget that they have been chosen to rule the state and they go to the roads and create, unfortunately. കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കെതിരെ ഗവർണർ. പ്രതിഷേധം ദൗർഭാഗ്യകരം. ക്രമസമാധാനം നിലനിർത്താൻ അധികാരമുള്ള പാർട്ടിയാണ് ഇങ്ങനെയും ചെയ്യുന്നതെന്നും വിമർശനം. പൊന്നാനിയിലെത്തിയ ഗവർണറെ കരിങ്കൊടി കാണിച്ച SFI. നിയമസഭാ സമ്മേളനം ഈ മാസം 25 മുതൽ. ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിച്ചേക്കും. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക്. സന്ദർശനം 2 ദിവസം. കൊച്ചിയിൽ റോഡ് ഷോ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കി BJP. No power on earth can stop India from becoming a $35 trillion economy by 2047. ഇന്ത്യയുടെ മുന്നേറ്റം ഒരു ലോകശക്തിക്കും തടയാനാകില്ലെന്ന് മുകേഷ് അംബാനി. 2047ഓടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ $35 ട്രില്യൺ ആകും. ഗുജറാത്ത് മാത്രം $3 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാകുമെന്നും മുകേഷ് അംബാനി. വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ് പുരോഗമിക്കുന്നു. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഇന്നറിയാം. ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിൽ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ വടക്കേൽ. പ്രഖ്യാപനം വൈകിട്ട് 4:00. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി പിടിയിൽ. കണ്ണൂരിൽ നിന്നാണ് സവാദ് NIA പിടിയിലായത്. 13 വർഷമായി ഒളിവിലായിരുന്നു സവാദ്. ഇയാളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ഉദ്യോഗസ്ഥരുടെ വിജയമെന്നും എന്നാൽ ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും കാണാമറയത്താണെന്നും TJ ജോസഫ് പ്രതികരിച്ചു. എൻ്റെ കൈവെട്ടാനോ എന്നെ ആക്രമിച്ച് കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരിക്കലും ഈ കേസിൻ്റെ മുന്നിലേക്ക് വരുന്നില്ല. അങ്ങോട്ടേക്കൊന്നും കേസിൻ്റെ അന്വേഷണം എത്തിയിട്ടില്ല. അങ്ങനെ എത്താൻ മാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനമോ ജനാധിപത്യ രീതികളോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും മതങ്ങൾക്കും അതുപോലെ തന്നെ മതശക്തികൾക്കുമൊക്കെ സ്വാധീനമുള്ള ഒരു നിയമ സംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത്. എങ്കിലും ഒരു പൗരന്ന നിലയിൽ ഇവിടെ കുറേയെങ്കിലും നീതി നടപ്പാകുന്നു അല്ലെങ്കിൽ നിയമം നടപ്പാകുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഈ കേസിൻ്റെ യഥാർത്ഥ പ്രതികൾ,
ശരിയായിട്ടുള്ള കൾപ്രിറ്റുകൾ ഈ കേസിന്റെ മുഖ്യധാരയിൽ വരാതെ എന്നോ ഒളിവിലിരിക്കുകയാണ്. സവാദിനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. കാരണം അദ്ദേഹം ആക്രമിക്കുന്നത് എൻ്റെ മനസ്സിലിപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട്. അന്ന് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസ് കാണിച്ച ഒരു ഉത്സാഹം ഈ കേസിലെ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രതി 13 വർഷക്കാലം ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചും അത്ഭുതകരമായ ഒരു കാര്യമൊന്നുമല്ല. ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി, 13 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും കേസിലെ ഒന്നാം പ്രതിയെ പിടികൂടിയിരിക്കുന്നു. എങ്ങനെയാണ് കേസ്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിലേക്ക് എത്തിക്കും. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് കരുതുന്നത്. NIA പ്രത്യേക കോടതിയിൽ ഇയാളെ ഹാജരാക്കുകയും ചെയ്യും. കഴിഞ്ഞ 13 വർഷമായി NIA ഇയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണം തുടരുകയായിരുന്നു. കേസിൻ്റെ 1ഉം 2ഉം ഘട്ട വിചാരണകൾ കഴിഞ്ഞു. അവരെ കോടതി പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ 13 പേരെയും 2ാം ഘട്ടത്തിൽ 6 പേരെയുമാണ് കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തത്. അപ്പോഴെല്ലാം തന്നെ വലിയ ചോദ്യമായി നിന്നിരുന്നത് 1ാം പ്രതിയായ ഈ സവാദിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. സവാദിനെ കണ്ടെത്താനോ അയാൾ എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് ഒരു നിഗമനത്തിലെത്താനോ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിരുന്നുമില്ല. അതൊരു വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് അവസാനമായിരിക്കുന്നു. കണ്ണൂർ ബേരത്ത് നിന്ന് ഇന്ന് രാവിലെയാണ് ഇയാൾ പിടിയിലാവുന്നത്. NIAക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോക്കൽ പോലീസിനെ പോലും അറിയിക്കാതെ നടത്തിയ ഓപ്പറേഷനൊടുവിലാണ് ഇയാൾ പിടിയിലാവുന്നത്. ഇവിടെ ഭാര്യയും 2 കുട്ടികളുമായി അയാൾ കഴിഞ്ഞു വരികയായിരുന്നു. 2 വർഷമായി സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നാണ് പരിസരവാസികൾ പറയുന്നത്. നേരത്തെ കണ്ണൂർ തന്നെയുള്ള മറ്റൊരിടത്തും തന്നെയും ഇയാൾ താമസിച്ചിരുന്നതായി അറിയുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാൾ ആശാരിപ്പണിയെടുത്ത് അവിടെ ജീവിക്കുകയായിരുന്നു. ഇയാൾക്ക് സഹായികളായും മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ചെല്ലാം NIA കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുവാനുള്ള സാധ്യതകൾ വളരെ സജീവമാണ്. പ്രത്യേകിച്ച് ഇയാൾക്ക് ഒളിവിൽ കഴിയുമ്പോൾ നൽകിയ സഹായങ്ങൾ, ഇത് ആരാണ് ഇത് സംബന്ധിച്ചുള്ളൊരു സാഹചര്യങ്ങൾ ഒരുക്കിയതെന്ന് സംബന്ധിച്ചും കഴിഞ്ഞ കുറേ അധികം നാളുകളായി 13 വർഷത്തോളമായി ഇയാൾക്ക് ഈ രീതിയിൽ പല രാജ്യത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലുമെല്ലാം തന്നെ തുടരാൻ കഴിഞ്ഞതെല്ലാം തന്നെ ആരെല്ലാം സഹായിച്ചു എന്നത് സംബന്ധിച്ചും എല്ലാം തന്നെ വിശദമായ പരിശോധനകളിലേക്ക് അടക്കം NIA പോകും. ഏതായാലും ഈ കേസിൻ്റെ 3ാം ഘട്ട വിചാരണയും വൈകാതെ തന്നെ ആരംഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെയും പരാമർശിക്കപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും. നന്ദി ഡാനി. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദിന്റെ അറസ്റ്റിന് പിന്നാലെ LDFനും UDFനുമെതിരെ ആരോപണങ്ങളുമായി മുൻ DGP TP സെൻകുമാർ. മുഖ്യപ്രതിക്ക് ഇവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യം. സവാദിന്റെ അറസ്റ്റോടെ കേസിലെ സൂത്രധാരന്മാരിലേക്ക് എത്താനാകുമെന്നും TP സെൻകുമാർ പറഞ്ഞു. NIAക്ക് അഭിനന്ദനങ്ങൾ. കാരണം 13 വർഷം കഴിഞ്ഞെങ്കിലും ഇതിന് വളരെ വേരുകളുള്ള കേരളത്തിൽ നിന്ന് തന്നെ ഇയാളെ കണ്ടെത്തിയല്ലോ. അതുകൊണ്ട് ഇയാളുടെ കൂടെ പ്രതിയായ പലരും ഇലക്ഷനിൽ നിന്ന് ജയിച്ചു എന്നുള്ള പെരുമ്പാവൂരിലുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ 1ാം പ്രതിക്ക് അതിലും ഏറ്റവും കൂടുതൽ സ്വാധീനം അയാൾക്കായിരിക്കുമല്ലോ. ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗമല്ല, സാമാന്യം വലിയ വിഭാഗം തന്നെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യുന്നവർ മാത്രമായിട്ട് ചെയ്യുന്നതല്ല. ഇത് പ്ലാൻ ചെയ്തു കൊടുക്കാനും ഇവരെ എങ്ങനെ ചെയ്യണം, അവിടെ എത്തിക്കണം, എങ്ങനെ ഏത് സമയത്ത് ചെയ്യണം, അതുപോലെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാകും. അത് ഏതായാലും ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അത് മാത്രമല്ല കഴിഞ്ഞ 13 വർഷം ഇയാളെ എവിടെയെല്ലാം ഒളിപ്പിച്ചു, എന്തെല്ലാം സഹായങ്ങൾ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇയാളെ പിടിച്ചിരിക്കുന്ന സ്ഥലവും മോശമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടാകും. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി അറിയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ കുറച്ച് പേരുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഒളിവിൽ കഴിയാൻ ആരെങ്കിലും സഹായിച്ചോ എന്നതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് മുൻ NIA ഉദ്യോഗസ്ഥൻ TK രാജ്മോഹൻ ആവശ്യപ്പെട്ടു. കൈവെട്ട് കേസിലെ അക്യൂസ് സവാദ് എന്ന് പറയുന്ന ഒരു മെയിൻ അക്യൂസ്ഡ് ആണ്. അങ്ങേത് 13 വർഷക്കാലം അന്വേഷണ ഏജൻസിയെയും ബാക്കി ഇന്റലിജൻസ് ഏജൻസിയും, സംസ്ഥാന ഇന്റലിജൻസ് ഏജൻസിയും, സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയും, NIA മറ്റ് ഏജൻസികളൊക്കെ കണ്ണുപൊട്ടിച്ചുകൊണ്ട് അയാൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കഴിയാൻ പറ്റി എന്നുള്ളത് വളരെ വളരെ ആശങ്കയുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ സർക്കാരും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാവരും പൊതുസമൂഹം കൂടെ അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തി ചെയ്ത ഒരാൾക്ക് മട്ടന്നൂർ പോലെയുള്ള നമ്മുടെ നാട്ടിൽ തന്നെ അയാൾക്ക് അവിടെ കഴിഞ്ഞുകൂടാൻ പറ്റിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും. അപ്പൊ ആ ഭാഗം അന്വേഷിച്ചു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും ഇയാൾ ആരാണ് സപ്പോർട്ട് ചെയ്തത്, എങ്ങനെയാണ് അയാൾ കഴിഞ്ഞുകൂടിയത്, അതാണ് നേരത്തെ പറഞ്ഞത്. പൊതുസമൂഹവുമായി ഒരു ബന്ധവുമില്ലാതെ എങ്ങനെയാണ് അയാൾ കഴിഞ്ഞുകൂടിയത്, അയാൾ ആര് സഹായിച്ചു, ഈ കാര്യങ്ങളൊക്കെ, പിന്നെ അയാളുടെ ബാക്കപ്പ് എന്താണ്, ഫൈനാൻസ് എവിടെയാണ്, ഈ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ചില സമയങ്ങളിൽ പുതിയ ഇൻഫർമേഷൻസ് പലതും അന്വേഷണ ഏജൻസിക്ക് ലഭിക്കും. അതുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ വേര് ഊന്നിയിരിക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പുതിയ പല ഇൻഫർമേഷൻ കിട്ടുമെങ്കിൽ അതുകൂടി അന്വേഷിക്കാൻ സഹായകമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൈവെട്ട് കേസിന് പിന്നിൽ ബുദ്ധി കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം അവരിലേക്കും പോകേണ്ടതാണെന്ന് ഫാദർ പോൾ തൈലക്കാട്ട് പ്രതികരിച്ചു. പോലീസിന്റെ ഒരു ഉത്തരവാദിത്ത രാഹിത്യമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. അതായത് നിയമത്തിന്റെ കണ്ണ് ബോധപൂർവം അടച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഉത്തരവാദിത്ത രാഹിത്യം ഇങ്ങനെ ഗൗരവമായ കേസിൽ പോലും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തും ഇവിടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നിയമത്തിന്റെയും പോലീസിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ആർക്കും ഉപകാരപ്രദമല്ല. അത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും നീതിയുടെയും നിയമത്തിന്റെ നടപ്പിലാക്കലിനും ഒക്കെ ഗൗരവമായ പ്രതിസന്ധിയായി മാറുന്നതാണ്. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാൻ ഇടയാകുന്നതാണ് തികച്ചും അപകടകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ. ഇപ്പൊ ഇങ്ങനെ ഒരു വീണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നുള്ളത് പുതിയ സത്യസന്ധമായ അന്വേഷണത്തിന് വഴിതെളിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതായത് ഇതിന്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബുദ്ധി കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം പോകാനുള്ള പോകേണ്ടതാണ്. അങ്ങനെ പോകുമെന്നാണ് എന്റെ പ്രത്യാശ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം പിന്നെന്തിനാ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ 1-ാം പ്രതിയാക്കിയത്? പിന്നെന്തിനാ നിങ്ങൾ എന്നെ 2-ാം പ്രതിയാക്കിയത്? പിന്നെന്തിനാ നിങ്ങൾ എം വിൻസെന്റിനെ 3-ാം പ്രതിയാക്കിയത്? എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ എന്തിന് നിങ്ങൾ പ്രതി ചേർത്തു? അപ്പൊ പ്രതിപട്ടികയും പോലീസും തെളിവും ദൃശ്യങ്ങളുമല്ല, പിണറായി വിജയന്റെ നിർദ്ദേശങ്ങളാണ് പ്രതിപട്ടികയും തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കാൻ, ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പകൽ വെളിച്ചത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു നോട്ടീസ് അയച്ചാൽ ഒരു പേടിയും കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരാൻ തയ്യാറുള്ള ഒരാൾ. നിങ്ങളൊരു കള്ളക്കേസിനകത്ത് വിവരശേഖരണം എന്ന് പറഞ്ഞ് അയാളെ വിളിച്ചു വരുത്തി നോക്കിയല്ലോ. 24 മണിക്കൂറിന്റെ ഷോർട്ട് നോട്ടീസ് ആയിട്ട് പോലും ഒരു മുൻകൂർ ജാമ്യം പോലും തേടാതെ അയാൾ നിങ്ങളുടെ സ്റ്റേഷനകത്തേക്ക് കടന്നു വന്നല്ലോ. നിങ്ങളുടെ വിവരശേഖരണത്തോട് സഹകരിച്ചല്ലോ. അയാൾ ഇവിടുന്ന് ഒളിച്ചു നടന്നോ? അയാൾ ഇവിടുന്ന് മുങ്ങി നടന്നോ? അയാൾ ഇവിടുന്ന് രാജ്യം വിട്ടോ, നാട് വിട്ടോ? തിരുവനന്തപുരത്തുണ്ടായിരുന്നു, കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുണ്ടായിരുന്നു, കൊല്ലത്തുണ്ടായിരുന്നു, പൊതുപരിപാടികളിലുണ്ടായിരുന്നു, DGP ഓഫീസിന്റെ മുമ്പിലുണ്ടായിരുന്നു. എന്ത് നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല? അപ്പൊ നിങ്ങൾക്ക് വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് പ്രകോപനം സൃഷ്ടിക്കണം, നിങ്ങൾക്ക് പരിഭ്രാന്തി സൃഷ്ടിക്കണം. അതിന്റെ അജണ്ട വെച്ച് തീവ്രവാദികളെ, കൊലപാതകികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ 5:30 മണിക്ക് വീടിനകത്തേക്ക് ഇരച്ചു കയറി ഒരു അറസ്റ്റ് നാടകം നടത്തി. ഞങ്ങൾ പറയുന്നു, ഞാനും പ്രതിപക്ഷ നേതാവും വിൻസെന്റ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു, പോലീസിന്റെ ഒരു ആനുകൂല്യവും വേണ്ട. ഞങ്ങളെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, ഞങ്ങളെ നിങ്ങൾക്ക് തടവറയിലടക്കാം, തുറങ്ങളിലടക്കാം. അതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസിന്റെ പോരാളികളുടെ സമരവീര്യം കെട്ടുപോകുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് കുണുവാവകളല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഇവര് മനസ്സിലാക്കണം. ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സമരം ചെയ്യുന്നതിനെ പറ്റി. ഗോവിന്ദൻ ടീച്ചറെ, സമരത്തിന്റെ ആർജവത്തിന്റെ ക്ലാസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കണ്ട, യൂത്ത് കോൺഗ്രസിന് എടുക്കണ്ട. വാ മോനെ ആർഷോ എന്ന് പറഞ്ഞപ്പോ അലിഞ്ഞില്ലാതായി പോലീസിന്റെ തോളിൽ കൈയിട്ട് പോയ ആർഷോക്ക് എടുത്താൽ മതി, യൂത്ത് കോൺഗ്രസിന് എടുക്കണ്ട. സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളോട് കരയല്ല വാവേ എന്ന് പറയുന്ന വനിതാ പോലീസിന്റെ ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സമരവീര്യം അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഞങ്ങൾക്ക് ആ ക്ലാസ് വേണ്ട. അതീവ സമരവീര്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ സമരം ഇല്ലാതാക്കാനല്ലേ നിങ്ങളുടെ ഗുണ്ടാ സദസ് കണ്ണൂരിന്റെ ജില്ലയിലെത്തിയപ്പോ ആ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ തലയിൽ ചെടിച്ചട്ടി കൊണ്ടടിച്ചവർ, ഹെൽമറ്റ് കൊണ്ടടിച്ചവർ, അവരൊക്കെ ഉദ്ദേശിച്ചത് പിന്നീട് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ ഉണ്ടാവരുതെന്നുള്ളതാണ്.
പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രകടനങ്ങൾ ഉണ്ടാവരുതെന്നാണ്. പക്ഷെ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും നിങ്ങളുടെ മുഖ്യ ഗുണ്ടയെ കരിങ്കൊടി കാണിക്കാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞയച്ചില്ല. അതുകൊണ്ടും തീരാഞ്ഞ് ആലപ്പുഴയിലേക്ക് വന്നപ്പോ പോലീസ് എന്ന പേരിൽ CPM-ന് ഗുണ്ട പണിയെടുക്കുന്ന ചില മോന്മാർ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ പ്രതിഷേധ സ്ഥലത്ത് സംസാരിക്കുകയായിരുന്നു. സർക്കാരിനെതിരായ തുടർ പ്രതിഷേധ പരിപാടികൾ ചർച്ച ചെയ്യാൻ UDF ഏകോപന സമിതി യോഗം ചേരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയും ചർച്ചയ്ക്ക് വരും. സർക്കാരിനെതിരായ തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ചേർന്ന UDF ഏകോപന സമിതി യോഗമാണ് കന്റോൺമെന്റ് ഹൌസിൽ പുരോഗമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മറ്റ് ഘടകകക്ഷി നേതാക്കൾ ഒക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും വിദഗ്ധ പരിശോധനയുടെ ഭാഗമായി വിദേശത്തായതിനാൽ KPCC അധ്യക്ഷൻ K സുധാകരൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. രമേശ് ചെന്നിത്തലയും UDF യോഗത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും മറ്റ് നേതാക്കന്മാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കൃത്യമായി വിലയിരുത്തുക, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി, അതിനെതിരായ ശക്തമായ പ്രതിഷേധം UDF-ന്റെ നേതൃത്വത്തിൽ തുടക്കമിടാനും യോഗത്തിൽ തീരുമാനമായതായാണ് സൂചന. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങണമെന്ന അഭിപ്രായം യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. ഘടകകക്ഷി നേതാക്കളെല്ലാം കൂടുതൽ കൂടിയാലോചനകളോടെ UDF ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണമെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങണമെന്ന അഭിപ്രായവുമാണ് യോഗത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസിനെ UDF-ലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സമയമായെന്ന് മുസ്ലിം ലീഗ്. കേരള കോൺഗ്രസ് മടങ്ങിവരാൻ തയ്യാറാണോ എന്ന സൂചന കിട്ടിയാൽ ഉടൻ ചർച്ച തുടങ്ങണമെന്നാണ് ലീഗ് നിലപാട്. മുന്നണി വിപുലീകരണത്തിനായുള്ള വിട്ടുവീഴ്ചയ്ക്ക് UDF ഘടകകക്ഷികൾ തയ്യാറാകണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു PMA സലാം. ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പിനിടെയാണ് ലീഗ് നിലപാട് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഒരു മുന്നണിയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ അത് മറ്റേ മുന്നണി സശ്രദ്ധം വീഴ്ചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ കേരള കോൺഗ്രസ് മാണിയെ LDF-ലേക്ക് കൊണ്ടുവന്നതും. അപ്പോൾ അന്ന് LDF കാണിച്ച ആ ഒരു തന്ത്രപരമായ ഒരു സമീപനം അത് UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഞാനത് ആത്യന്തികമായി ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ആ സമീപനം തന്ത്രപരമായതുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല. അപ്പോൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. തന്ത്രപരമായ സമീപനങ്ങളായതുകൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നത് അപകടകരമായി. നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പുറത്തു പറയാവുന്നതല്ലല്ലോ. UDF-ന്റെ തീരുമാനമല്ല നമുക്ക് പുറത്തു പറയാൻ പറ്റൂ. അല്ല, അങ്ങനെയല്ല. ഈ കാര്യം UDF ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുമ്പോഴാണ് അതിലൊരു തീരുമാനം ഉണ്ടാകുക. അതിലേക്കുള്ള ചർച്ചകൾ പോകേണ്ട സമയമായിട്ടുണ്ട്. ചർച്ച വരുമോ എന്നുള്ള അജണ്ട കണ്ടിട്ടില്ല. ഏതായിരുന്നാലും എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും UDF ചർച്ച ചെയ്യും. മുന്നണി സംവിധാനം വിപുലപ്പെടുത്തണമെന്ന് നേരത്തെയുള്ള തീരുമാനമാണ്. ഞങ്ങൾ അതിൻ്റെ ഘട്ടം വരുമ്പോൾ അതിനെക്കുറിച്ച് പാർട്ടിയിൽ ഒരു തീരുമാനം എടുക്കും. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി യോഗത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ വിശദമായ ചർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു മനസ്സിലൊക്കെ ഒരു രൂപമുണ്ട്. UDF സംവിധാനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമ്പോൾ ഞങ്ങളത് അവതരിപ്പിക്കും. ഏതായിരുന്നാലും അതിൻ്റെ പേരിൽ ബഹളമോ കോലാഹലോ തെറ്റിദ്ധാരണയോ തെറ്റിപ്പോകലോ ഒന്നും ഉണ്ടാവില്ല. സമവായത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. 2ആവാം 3ആവാം 4ആവാം ഇത്രയാവാം. അത് പതിവ് പോലെ ചോദിക്കുന്നു, ശരി, ഇല്ല, മതി, ഓക്കെ, അതായിരിക്കും. പതിവ് പോലെയല്ല. ചോദിച്ച സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇല്ല. മൂന്നാമത്തെ കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്ക് സീറ്റ് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വാങ്ങാതിരുന്നതാണ്. അതിന് മുമ്പ് ഞങ്ങൾ വടകര വാങ്ങിയിരുന്നു. ഞങ്ങൾ സ്വീകാര്യനായ സ്വതന്ത്രനെ നിർത്തി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചോദിക്കണോ വേണ്ടയോ എന്നുള്ള പാർട്ടി തീരുമാനിക്കും. അത് എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളും പരിശോധിച്ചിട്ട് തന്നെ ആയിരിക്കും. ഏതെങ്കിലും സീറ്റ് ഒഴിവുണ്ടോ നോക്കിയിട്ടല്ലല്ലോ ഞങ്ങൾ ആവശ്യപ്പെടുക. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടി സംവിധാനവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുക. മുന്നണി സംവിധാനവും ഏതെങ്കിലും സീറ്റ് ഒഴിവായി കിടക്കുന്നുണ്ട്, അവിടെ ഒന്ന് മത്സരിക്കാം, ഞങ്ങൾക്ക് വേണം എന്ന് പറയാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഇത്തവണ മത്സരിക്കുന്നില്ല എന്നുള്ള വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ ഒഴിവാണ്, ഞങ്ങൾക്ക് അവിടെ പോയാൽ മതി. അപ്പോൾ ഒഴിവുള്ളിടത്ത് പോകുക എന്നുള്ളതല്ല. മുന്നണി സംവിധാനവും പാർട്ടിയുടെ സ്വാധീനവും നിങ്ങൾ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് പുതിയൊരു സീറ്റിനെ കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ ആ ഘട്ടത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല.
ഇപ്പോൾ ഈ മൂന്നാം സീറ്റ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അപ്പുറത്തേക്ക് ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ ഈ പഴയൊരു കാര്യം ഓർമ്മ വരികയാണ്. ഈ 5ാം മന്ത്രി എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അത് ഈ UDF സംവിധാനത്തിൽ എത്രമാത്രം പ്രശ്നമുണ്ടാക്കി, അതല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ളൊരു സമവാക്യത്തെ എത്രമാത്രം ദുർബലമാക്കി എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണല്ലോ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് UDFന് അധികാരത്തിലേക്ക് തിരിച്ചെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കടുംപിടുത്തത്തിലേക്ക് പോകുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചത് ഈ 5ാം മന്ത്രി അനുഭവമുള്ളത് കൊണ്ടാണോ? അല്ല, കടുംപിടുത്തത്തിലേക്ക് പോകുന്ന പ്രശ്നം നേരത്തെയും കടുംപിടുത്തമൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ അത് വെറുതെ മാധ്യമങ്ങളും ലീഗിൻ്റെ രാഷ്ട്രീയ ശത്രുക്കളും ഉണ്ടാക്കിയൊരു പ്രശ്നമാണ്. ഞങ്ങൾ നേരത്തെ UDFൻ്റെ ചർച്ചയിൽ 5ാമത്തെ മന്ത്രി മുസ്ലിം ലീഗിനെ അംഗീകരിച്ചാണ്. കുറച്ച് സാവകാശം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ സാവകാശം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, കിട്ടി. അതിനപ്പുറത്തേക്ക് അതിൽ കടുംപിടുത്തോ വാശിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പുറത്തേക്ക് വരുമ്പോൾ ലീഗിൻ്റെ കാര്യമാകുമ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും വലിയ താല്പര്യമാണ്. ഞങ്ങളുള്ള സ്നേഹം കൊണ്ടാണ്, ഞങ്ങൾക്കറിയാം. എന്നാൽ പോലും അത് വിവാദമാക്കലും ബഹളം ഉണ്ടാക്കലും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ അതാവുമ്പോൾ അതിന് വലിയ പ്രാധാന്യവും പ്രത്യേകതയൊക്കെയുണ്ട്. വേറെ ഒന്നിനും കിട്ടാത്ത പ്രാധാന്യം നിങ്ങളുടെ മാധ്യമ മേഖലകളിൽ ലീഗിൻ്റെ കാര്യങ്ങൾക്ക്, നിസ്സാര കാര്യങ്ങൾക്ക് പോലും കിട്ടാറുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആഭ്യന്തര കാര്യങ്ങൾക്ക് പോലും കിട്ടാറുണ്ട്. PMA സലാമുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9:30 കാണാം. പ്രതിഷേധങ്ങൾക്കിടെ മലപ്പുറം എരമംഗലത്ത് PT മോഹനകൃഷ്ണൻ അനുസ്മരണ പുരസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എരമംഗലം ജംഗ്ഷനിൽ SFI DYFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നേരത്തെ ഗവർണർക്കെതിരെ SFI കറുത്ത ബാനർ ഉയർത്തിയിരുന്നു. ചടങ്ങിനിടെ ആരിഫ് മുഹമ്മദ് ഖാൻ കരിങ്കൊടി പ്രതിഷേധത്തെ നിശിതമായി വിമർശിച്ചു. പ്രതിഷേധം ദൗർഭാഗ്യകരമാണെന്നും ക്രമസമാധാനം നിലനിർത്താൻ അധികാരമുള്ള പാർട്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഗവർണർ പറഞ്ഞു. That they are so used to, their sanskars are so used to disruption, disorder, protest, that they forget that they have been chosen to rule the state, and they go to the roads and create, unfortunately, this is very unfortunate aspect. How a party which is responsible for maintaining law and order in the state, its own members go on roads and create disruption and create and threaten the law and order. If they hit your car, if they try to hit you, somebody comes and hit you in your head, what you will call him? പിന്നണി ഗായകൻ MG ശ്രീകുമാർ മോഹനേട്ടൻ പുരസ്കാരം ഏറ്റുവാങ്ങി. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഈ മാസം 25 മുതൽ സഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിക്കാനാണ് ആലോചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ. അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് മോദി സംസ്ഥാനത്തുണ്ടാവുക. ചൊവ്വാഴ്ച വൈകിട്ട് കൊച്ചിയിൽ മോദി റോഡ് ഷോ നടത്തും. ബുധനാഴ്ച ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി കൊച്ചിയിൽ പാർട്ടി നേതൃയോഗത്തിലും പങ്കെടുക്കും. ഈ മാസം ഇത് 2ാം തവണയാണ് മോദി കേരളത്തിലെത്തുന്നത്. ഐശ്വര്യാനിയുടെ റിപ്പോർട്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം കൊച്ചിയിലെത്തുന്ന നരേന്ദ്രമോദി അവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. തുടർന്ന് ബുധനാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പങ്കെടുക്കും. അതിനുശേഷം അവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന സമൂഹ വിവാഹത്തിലും പങ്കെടുക്കുമെന്നാണ് വിവരം. അതിന് പിന്നാലെ കൊച്ചിയിൽ പാർട്ടിയുടെ നേതൃയോഗമുണ്ട്. അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുത്ത ശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിപ്പോവുക. എന്തായാലും കഴിഞ്ഞ ജനുവരി 3-ന് അദ്ദേഹം കേരളത്തിൽ എത്തിയിരുന്നു. അന്ന് ആയിരങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ആ വലിയ പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെ അല്ലെങ്കിൽ അതിന്
ശക്തി കൂട്ടുന്നതിന്റെ ഭാഗമായി കൂടിയാണ് വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. എന്നാലും പ്രധാനമന്ത്രിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടി തന്നെയാണ് കേരളത്തിലും BJP ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു ചെറിയ ഇടവേളയ്ക്കിടെ വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യം. നെതിരായ പോലീസ് നടപടി. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് KPCC അധ്യക്ഷൻ K. സുധാകരൻ. നാളെ എന്ത് ചെയ്യാൻ ഞങ്ങൾ പോട്ടെ.
രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലാണ് പ്രതിഷേധിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് സ്ഥലത്തുനിന്ന്. ഡാൻ, പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു, പക്ഷേ സമരം ശക്തമാക്കാനാണോ യൂത്ത് കോൺഗ്രസ് തീരുമാനം? യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് ആരംഭിച്ച മാർച്ച് ഷാഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് തള്ളിമറിക്കാനുള്ള ശ്രമം നടത്തിയത്. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണ്. വലിയ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത്. കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം സെക്രട്ടേറിയറ്റിന്റെ 4 കവാടങ്ങളിലും വിന്യസിച്ചിട്ടുമുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ എണ്ണം നേരത്തെ ഉണ്ടായ മാർച്ചിനെ പോലെയല്ല. ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ചാണ്. അതുകൊണ്ട് അത്ര വലിയ ബാഹുല്യം, പ്രവർത്തകരുടെ ബാഹുല്യം ഇന്നത്തെ പ്രതിഷേധ പരിപാടികളിൽ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ പോലീസ് കൃത്യമായി സജ്ജരാണ്. 4 വശങ്ങളിലും പോലീസ് നിലയുറപ്പിച്ചിട്ടുമുണ്ട്. പോലീസിന്റെ ബാരിക്കേഡ് തള്ളി മാറ്റിക്കൊണ്ട് മുകളിലേക്ക് കയറാനുള്ള ശ്രമമാണ് ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പോലീസ് 2 തവണയും തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഒരു വശത്ത് വാക്കേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധന്യ, നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലായിരുന്നു അക്രമം ഉണ്ടായത്. ആ അക്രമവുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായിരിക്കുന്നത്. ഇത്തവണ അത്തരത്തിലൊരു പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടോ? പോലീസിന്റെ ഒരു അവിടുത്തെ സ്ട്രെങ്ത് എത്രത്തോളമാണ്? കന്റോൺമെന്റ് CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് നേരെയാണ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ വഞ്ചൂർ കോടതിയിൽ നിന്ന് അകത്തേക്ക് അല്ലെങ്കിൽ വാഹനത്തിനുള്ളിലേക്ക്, പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോർണറിൽ കന്റോൺമെന്റ് CI വലിച്ച് അദ്ദേഹത്തെ വാഹനത്തിനുള്ളിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചതാണ് പ്രവർത്തകർ ചോദ്യം ചെയ്ത കന്റോൺമെന്റ് CIയെയും ഉദ്യോഗസ്ഥരെയും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കുന്നത്. അതായത് കന്റോൺമെന്റ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രവർത്തകർക്കെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏകപക്ഷീയമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം. അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസുമായി പ്രവർത്തകർ വാക്കേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. അവർ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 2 തവണ
ഇപ്പോഴാണ് വൈകുന്നേരം തോന്നി വൈകിട്ട് വരാൻ വേണ്ടി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇതേസമയം തന്നെ UDF-ന്റെ ഏകോപന സമിതി യോഗം ചേരുകയാണ്. കോൺഗ്രസ് നേതാക്കൾ ഏതു തരത്തിലുള്ള പിന്തുണയാണ് യൂത്ത് കോൺഗ്രസ് സമരത്തിന് നൽകുന്നത് എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? തന്നെ ഇപ്പോൾ KPCC അധ്യക്ഷൻ K. സുധാകരന്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. നാളെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ മുഴുവൻ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് KPCC അധ്യക്ഷൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയെ കൃത്യമായ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ മുതൽ തന്നെ തുടങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് UDF ഏകോപന സമിതി യോഗം കണ്ടോൺമെന്റ് ഹൌസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. KPCC അധ്യക്ഷനും രമേശ് ചെന്നിത്തലയും ഒഴികെയുള്ള നേതാക്കളെല്ലാം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യോഗമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നടപടിയിൽ തുടർ പ്രതിഷേധ പരിപാടികൾ എങ്ങനെ വേണം എന്ന കാര്യത്തിലടക്കം കൃത്യമായ തീരുമാനം ഇന്നത്തെ UDF ഏകോപന സമിതി യോഗത്തിൽ ഉണ്ടാകും. എന്തായാലും ഇതിനെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെയും സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് നാളെയും സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ തന്നെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും തന്നെ. എന്തായാലും സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രവർത്തകരും ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ബാരിക്കേഡിന് മുമ്പിൽ, പോലീസ് ചേർത്ത ബാരിക്കേഡിന് മുമ്പിൽ മുദ്രാവാക്യം വിളികളുമായി കൂട്ടം കൂടി നിൽക്കുകയാണ് പ്രവർത്തകർ. അവർ ഒരുപക്ഷെ റോഡ് ഉപരോധിക്കുന്ന നീക്കങ്ങളിലേക്കായിരിക്കും കടക്കുക എന്ന് തോന്നുന്നു. കാരണം പ്രവർത്തകർ കൂട്ടമായി MG റോഡിലേക്ക് കടക്കുന്നു. അവിടെ MG റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ തന്നെ. ശരി, നന്ദി ഡാൻ. ഇപ്പോൾ MM ഹസൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കണ്ടോൺമെന്റിലെ CI അദ്ദേഹത്തെ പിടിച്ച് തള്ളുന്ന ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടു. അതിന് മാത്രം എന്ത് കുറ്റമാണ് ചെയ്തത്? പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിലല്ലേ കേസെടുത്തിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് മാധ്യമങ്ങളുടെ മുമ്പിൽ വിലക്ക് ഏർപ്പെടുത്തിയ ഇവർ ഈ കൂടത്തായി കേസിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഒക്കെ പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് മാധ്യമങ്ങളെ സംസാരിക്കാൻ അവസരം കൊടുത്തില്ലേ? ഇതെല്ലാം രാഷ്ട്രീയ പ്രതികാരം കിട്ടുന്ന ഈ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശമനുസരിച്ചാണ്. ചില പത്രങ്ങളിലൊക്കെ ഇന്ന് കണ്ടു, ഒരു ADGP അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി. ഞങ്ങളതൊന്നും വിശ്വസിക്കുന്നില്ല. ശ്രീ പിണറായി വിജയൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശമനുസരിച്ചാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുലർച്ചെയും അദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണെന്ന് മാത്രമല്ല, ചാനൽ ചർച്ചകളിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എതിരായി നടത്തുന്ന ആ വിമർശനങ്ങളോട് ഉള്ള അസഹിഷ്ണുത കൂടിയാണ് ഈ പ്രത്യേക നിർദ്ദേശങ്ങളോട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രതികാരം പിണറായി വിജയനല്ലാതെ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ ന്യായങ്ങൾ പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, തിരുവഞ്ചൂരിൻ്റെ കാലം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ആര് പറഞ്ഞു? അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാ? അവരുടെ വീട്ടിൽ പോയി ഇതുപോലെ നാടകീയമായ രംഗങ്ങൾ ഉണ്ടാക്കിയല്ല. ഇത് പിടികിട്ടാപ്പുള്ളിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് കേരളത്തിലെ യുവജന പ്രവർത്തകരെ ഈ നവകേരള യാത്ര തുടങ്ങി അന്ന് മുതൽ ഇന്നലെ വരെ നടന്ന സംഭവങ്ങളൊന്നും പരിശോധിച്ചാൽ ഈ മുഖ്യമന്ത്രി എത്ര ക്രൂരമായിട്ടാണ് പ്രതിഷേധിക്കുന്നവരെ അടിച്ച് ഒതുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകും. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ്. നേരത്തെ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. അതിനുശേഷം MG റോഡ് ഉപരോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജാമ്യം കിട്ടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതായി MV ഗോവിന്ദൻ ആരോപിച്ചു. സമരം ചെയ്താൽ കൽത്തുറങ്കലിൽ കിടക്കേണ്ടി വരും, അതിനുള്ള ആർജവം കാണിക്കണമെന്നും MV ഗോവിന്ദൻ. സ്വാഭാവികമായിട്ടും കേസ് കൈകാര്യം ചെയ്യുന്ന കേസും അവസാനിച്ചു. ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ട് ആ കേസ് അവസാനിപ്പിക്കാൻ കഴിയുമോ? അല്ല, ഭണ്ഡാര പറഞ്ഞതുപോലെ പാമ്പ് കടിച്ചാൽ പുല്ല് തെറ്റാ പോകുന്നത്. പാമ്പ് കടിച്ചാൽ ഫലപ്രദമായ ചികിത്സയില്ലേ പറ്റുള്ളൂ. അത് വേറെ എന്തെങ്കിലും പരിപാടി കൊണ്ട് നടത്താൻ അവസാനിപ്പിക്കാനാവുമോ? അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ആ ഗൗരവമുള്ള പ്രശ്നം ഗവൺമെന്റിന്റെ സംവിധാനത്തിനെതിരായി ശരിയായ കടന്നാക്രമണം നടത്തിയിട്ടുള്ള ഒരു രൂപമാണ്. അതാണ് കോടതിയെ നിരോധിച്ചു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായ സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സംഘർഷത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ റോഡ് ഉപരോധിച്ചിരുന്നു. അതിനുശേഷം പോലീസിന്റെ ഇടപെടൽ ഉണ്ടായി. അപ്പോഴാണ് പ്രവർത്തകർ സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് മാർച്ചിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകാൻ ഇടയായ സംഘർഷം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉണ്ടായത്. ഇപ്പോഴും പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി പോലീസിന് നേരെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. നിങ്ങളല്ലേ കൂടുതൽ നിങ്ങൾ കാക്കിയിട്ടവർ എണ്ണം കൂടുതലാണ്. ശ്രമിക്കുമ്പോ കഴുത്തിന് അവനെവിടെ വരാൻ പറ. അവനെന്നും പിണറായി വിജയന്റെ തൃപ്തി വേണ്ടേ? അവൻ പുറത്തിറങ്ങട്ടെ. അവന് പിണറായി വിജയനെ തൃപ്തിപ്പെടുത്തണ്ടേ? അവനെന്തിനാ ഒളിച്ചിരിക്കണേ? വരാൻ പറവനോട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, പ്രതിഷേധം മാറിയിരിക്കുന്നു. കണ്ടോൺമെന്റ് CAക്കെതിരെയാണ് പ്രവർത്തകർ
വലിയ വെല്ലുവിളി നടത്തുന്നത്. പോലീസിനോട് CA ഇറക്കിവിടാനും ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. എന്താണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ഞാൻ അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇന്നലെ വഞ്ചിയൂർ കോടതിയിൽ നിന്ന് ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന്, ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റാനായി നടത്തിയ ശ്രമത്തിനിടയിൽ കന്റോൺമെന്റ് CI ഷാഫിയുടെ ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പ്രകോപനപരമായ പെരുമാറ്റം ഉണ്ടായി എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോളറിൽ കന്റോൺമെന്റ് CI വലിക്കുകയും വാഹനത്തിനുള്ളിലേക്ക് ബലമായി തള്ളിക്കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി, കൂടുതൽ നേതാക്കൾ സ്ഥലത്തെത്തി പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയ, കന്റോൺമെന്റ് CIക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അവിടെ നിന്ന് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. MG റോഡ് ഉപരോധിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധം, അവിടെ പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കാൻ നടത്തിയ ശ്രമമാണ് വീണ്ടും പ്രതിഷേധക്കാരെ പ്രകോപിതരാക്കിയത്. അതിനുശേഷമാണ് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതൊഴികെ മറ്റ് നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. പ്രവർത്തകരുടെ എണ്ണത്തിൽ കുറവുണ്ട്. പക്ഷേ പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ചിനോടനുബന്ധിച്ച് സജ്ജമാക്കിയത് എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ വീണ്ടും റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം നീങ്ങുന്ന സാഹചര്യമായിരിക്കും വീണ്ടും ഉണ്ടാകാൻ പോവുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും സംഘടിച്ചെത്തുന്ന പ്രവർത്തകർ MG റോഡിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ധന്യ. നന്ദി ഡാൻ. മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതിഷേധം ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷത്തിലേക്ക് കടന്നത്. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസുമായി പ്രവർത്തകർ വാക്കേറ്റമുണ്ടായി. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോളറിൽ കന്റോൺമെന്റ് CA കയറി പിടിച്ചു എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടും പ്രവർത്തകർ സംസാരിക്കുകയുണ്ടായിരുന്നു. CA ഇറക്കിവിടാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് പോലീസുമായി പ്രവർത്തകർ വാക്കുതർക്കം ഉണ്ടായി. ഇപ്പോൾ MG റോഡ് ഉപരോധിക്കുന്നതിലേക്ക് പ്രവർത്തകർ വീണ്ടും കടക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കും. $2047 ഗുജറാത്ത് മാത്രം $3 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. 2047 ഇന്ത്യയെ 35 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കുന്നതിൽ നിന്ന് ഒരു ശക്തിക്കും തടയാനാകില്ലെന്ന് മുകേഷ് അംബാനി പറഞ്ഞു. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മുകേഷ് അംബാനി. The coming generations will indeed be thankful to Prime Minister Modi for being both a nationalist and an internationalist. You have laid a solid foundation for Viksit Bharat, India as a fully developed nation in Amrit Kal. No power on earth can stop India from becoming a $35 trillion economy by 2047. And as I see, Gujarat alone will become a $3 trillion economy. Therefore, I am confident, every Gujarati is confident, and every Indian is confident that the Modi era will take India to new summits of prosperity, progress, and glory. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഇന്ന് പ്രഖ്യാപിക്കും. ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടോ സെബാസ്റ്റ്യൻ വടക്കേലോ തെരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. വൈകിട്ട് 4:30 പ്രഖ്യാപനം. കുർബാന ഏകീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക പുതിയ നേതൃത്വമായിരിക്കും. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം, ആരാണെന്നുള്ള പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഭ ആസ്ഥാനത്ത് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഇത് സംബന്ധിച്ച് വൈകിട്ടോടുകൂടി 4 മണിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പൊതുവിൽ കരുതുന്നത്. ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ ഇന്നലെ തന്നെ സിനഡ് വത്തിക്കാനെ അറിയിക്കുകയും ചെയ്തു. വത്തിക്കാനിൽ നിന്ന് അത് ഔദ്യോഗികമായ ഒരു അംഗീകാരം വാങ്ങിക്കുകയും ചെയ്തു. ഇന്ന് അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഉണ്ടാകുക. ഇതിൽ ജോസഫ് കല്ലറങ്ങാട്ട്, പാലാ രൂപതയുടെ അധ്യക്ഷൻ ജോസഫ് കല്ലറങ്ങാട്ട്, ഒപ്പം തന്നെയും
ഉജ്ജയിൻ രൂപത അധ്യക്ഷനായ സെബാസ്റ്റ്യൻ വടക്കൽ. ഈ രണ്ട് പേരുകൾക്കുമാണ് കൂടുതൽ പ്രാമുഖ്യം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരിൽ ആരാണ് എന്നത് സംബന്ധിച്ചാണ് ഇനി അറിയേണ്ടത്. അത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഇതിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആരാണ് എന്നതും വളരെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആരാണ് ഈ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നത് സംബന്ധിച്ച് ഉള്ളൊരു പ്രഖ്യാപനത്തിനാണ് ഇനി കാത്തിരിക്കുന്നത്. വൈകിട്ടോടുകൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 53 ബിഷപ്പുമാരാണ് ഇതിൽ വോട്ടവകാശമുള്ളതായി. ആകെയുള്ള 65 ബിഷപ്പുമാർ, സീറോ മലബാർ സഭയുടെ ബിഷപ്പുമാരിൽ 53 പേർക്കാണ് വോട്ടവകാശമുണ്ടായിരുന്നത്. അവർ 2 ഘട്ടങ്ങളിലായി നടന്ന വോട്ട് റൗണ്ടിൽ തന്നെയും അവർ തീരുമാനം വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്നലെ തന്നെ ചിത്രം ഇത് സംബന്ധിച്ച് ആരാണെന്നത് സംബന്ധിച്ച് വ്യക്തമായത്. ഇതിൻ്റെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇന്ന് വൈകിട്ടുണ്ടാകും. കർദിനാൾ ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സിറോ മലബാർ സഭയുടെ സിനഡ് അടിയന്തരമായി ചേർന്നുകൊണ്ട് ഇത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തിയത്. ശബരിമലയിൽ മകരജ്യോതി ദർശനത്തിന് സൗകര്യമൊരുക്കാൻ നടപടികൾ ആരംഭിച്ചു. മകരവിളക്ക് വ്യൂ പോയിന്റുകൾ സജ്ജമാക്കുകയും അവിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു പോലീസ്. സ്പെഷ്യൽ ഓഫീസർ സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ പരിശോധിച്ചു. സന്നിധാനത്ത് തിരക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1 ലക്ഷത്തിലേറെ പേർ സന്നിധാനത്ത് എത്തിയെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നേരിയ കുറവ് വന്നിട്ടുണ്ട്. മിനിയാന്ന് 92,000 പേരും ഇന്നലെ 97,000 പേരുമാണ് ദർശനം നടത്തിയത്. ഇന്ന് ഏകദേശം ഉച്ചയോടുകൂടി 50,000-ഓളം ആളുകൾ ദർശനം നടത്തി എന്നാണ് കണക്കുകൾ. എന്നാൽ പൊതുവെ തിരക്കുകൾ കുറയ്ക്കാനുള്ള ശ്രമമാണ് ദേവസ്വത്തിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗ് ഇല്ല. സ്പോട്ട് ബുക്കിങ്ങിന് പകരം സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്തിപ്പെടുന്ന ആളുകൾക്ക് പറ്റില്ല, വരാൻ സാധിക്കില്ല. അതേസമയം വെർച്വൽ ക്യൂ വഴി ഉള്ള ദർശനം തുടരും. അതിൽ നിയന്ത്രണമില്ല. 14, 15 തീയതികളിൽ അതുപോലെ മകരവിളക്കുമായി ബന്ധപ്പെട്ട് വെർച്വൽ ക്യൂവിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അതുവരെ വെർച്വൽ ക്യൂ വഴിയുള്ള ആളുകളുടെ പ്രവേശനം നിർബാധം തുടരുകയും ചെയ്യും. എന്നാൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ലെങ്കിലും അങ്ങനെ എത്തിപ്പെടുന്ന തീർത്ഥാടകരെ തിരിച്ചയക്കില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് വ്യക്തമാക്കുന്നത്. ആ തരത്തിൽ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും തന്നെ ഇവിടെ നിന്ന് ഉണ്ടാകില്ല, അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പുണ്ട്. യേശുദാസൻ ഇന്ന് ശതാഭിഷേകം. ശതാഭിഷേക നിറവിൽ യേശുദാസിന് ആശംസകൾ അർപ്പിച്ച് സൗഹൃദ കൂട്ടായ്മ. യേശുദാസ് അക്കാദമിയും സമം ഗാന സംഘടനയും ചേർന്ന് നടത്തിയ ചടങ്ങിൽ അമേരിക്കയിൽ നിന്ന് യേശുദാസും കുടുംബവും തത്സമയം പങ്കുചേർന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നായിരിക്കുന്നതാണ് പിറന്നാൾ കേക്കിനേക്കാൾ മധുരമെന്ന് യേശുദാസ് പറഞ്ഞു. On behalf of അപ്പയ്ക്ക് കൊടുക്കുന്നതിനാണ് ദൈവയുടെ ഒരാൾ അത് ഫുള്ള് കഴിച്ചോളൂ, കുഴപ്പമില്ല. 84ന്റെ നിറവിൽ പിറന്നാൾ ആഘോഷിക്കുന്ന ഗാനഗന്ധർവന് കൊച്ചിയിൽ പിറന്നാൾ മധുരം. ഇന്നലെ നീയൊരു സുന്ദരരാഗമായ പൊന്നോടക്കുഴലിൽ വന്നോളിച്ചിരുന്നു. മാമകരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. കൊച്ചിയിൽ പാട്ടുകാർ ഒത്തുചേർന്നപ്പോൾ ടെക്സസിൽ നിന്ന് കുടുംബസമേതം യേശുദാസ് തത്സമയം என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே, அம்மா என்றழைக்காத உயிரில்லையே. విరహమో దాహమో బిడలేని మోహమో వినిపించు నా చెలికి మేఘ సందేశం. ശ്യാമ മേഘമേ നീ എൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ.
ദാസേട്ടന് ആശംസകളുമായി ഉലകനായകൻ കമലഹാസനും. One of his oldest friends, I wish him all the best. He has the youngest mind and a young voice. I wish both to stay young as ever. Namaskaram. Happy to wish you today. പാടി അഭിനയിച്ചവരും ആയുരാരോഗ്യ സൗഖ്യം നേർന്നു. പൊന്തിവരും സങ്കൽപ്പത്തിൻ പൊന്നശോകമലർവനിയിൽ തങ്കമെഴും ചന്ദ്രികതൻ ചന്ദനമണി മന്ദിരത്തിൽ. ആശംസകൾക്കും ആഘോഷത്തിനും നന്ദി പറഞ്ഞ് ദാസേട്ടന്റെ വാക്കുകൾ. ജാതി മതഭേദമന്യേ എല്ലാവരും തുല്യരാണെന്നും സ്നേഹിക്കാനുള്ള ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം എനിക്കിപ്പോൾ നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ അതുകൂടി ഒന്ന് മനസ്സിലെത്തി എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 5740 രൂപ, പവന് 45,920 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 4780 രൂപ, പവന് 38,240 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോ 78,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുന്നു. നമസ്കാരം. ഈ പരിപാടി